ഡോക്ടർ സെയ്ദ് ഹാമിദ്, അസിസ്റ്റൻറ്റ് പ്രൊഫസർ, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സോളജി. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സോളജി ഓഫർ ചെയ്യുന്ന MDC കോഴ്സുകളെ കുറിച്ചാണ്. ഈ പ്രാവശ്യം സെക്കൻഡ് സെമസ്റ്റർ വിദ്യാർത്ഥികൾക്ക് നമ്മൾ 2 MDC ഓഫർ ചെയ്യുന്നുണ്ട്. അതിലൊന്ന് അപ്പിക്കൾച്ചർ ആൻഡ് സെരികൾച്ചർ എന്നുള്ളൊരു MDC ആണ്. ഇതിൽ വ്യത്യസ്തമായ രീതിയിലുള്ള അപ്പിക്കൾച്ചർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഹണി ബി കൾച്ചറാണ്. ഹണി ബി കൾച്ചർ വ്യത്യസ്ത രീതിയിലുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് കൂടിയായിരിക്കും ഈ അപ്പിക്കൾച്ചർ എന്നുള്ളത്. അതുപോലെ തന്നെ അതിൽ കൂടെയുള്ള മറ്റൊന്നാണ് സെറികൾച്ചർ, അതായത് പട്ടുനൂൽ പുഴു അല്ലെങ്കിൽ പട്ടുനൂൽ കൃഷി എന്നൊക്കെ നമ്മൾ പറയുന്ന ആ ഒരു ഭാഗവും സെറികൾച്ചർ എന്നാണ് അതിന് നമ്മൾ പറയുന്നത്. ഈ 2 ഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു MDC നമ്മൾ ഓഫർ ചെയ്യുന്നത്. ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഒരു ഹണി ബിയുടെ ലൈഫ് സ്റ്റൈൽ, അതുപോലെ എങ്ങനെയാണ് അതിൻ്റെ ഒരു സോഷ്യൽ ബിഹേവിയർ എങ്ങനെയായിരിക്കും, ഏതൊക്കെ രീതിയിലുണ്ടാകുന്ന, ഇപ്പോൾ ഒരു ഹണി ബിയുടെ ഒരു കൂട് നമ്മളെടുത്ത് നോക്കുമ്പോൾ അതിൽ ക്യൂൺ ഉണ്ടാകും, ഡ്രോൺസുകൾ ഉണ്ടാകും, അതുപോലെ വർക്കേഴ്സ് എന്ന് പറയുന്ന ഒരു വിഭാഗം, 3 വിഭാഗം ആളുകളാണ് ഈ ഹണി ബിയുടെ ഒരു കൂടിലുണ്ടാവൽ. അപ്പോൾ ഇവർക്കൊക്കെ പ്രത്യേക രീതിയിലുണ്ടാകുന്ന ഒരു സോഷ്യൽ ബിഹേവിയർ ഉണ്ട്, അതുപോലെ ഒരു പ്രത്യേക രീതിയിലുണ്ടാകുന്ന ലൈഫ് സ്റ്റൈലുകളുണ്ട്. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു സബ്ജക്റ്റിൽ പഠിക്കുന്നതായിരിക്കും. മാത്രമല്ല ഇതിനോട് കൂടെ തന്നെ ഇതിൽ ഇപ്പോൾ ഹണി ബിയുടെ ഒരു കൂട് നമ്മൾ പരിചയപ്പെടുത്തുമ്പോൾ ആ ഒരു കൂട്ടിൽ ഹണി ബിയുടെ ശല്യക്കാരായിട്ട് വരുന്ന ഒരുപാട് ശത്രുക്കളെ നമുക്ക് കാണാൻ പറ്റും. അതായത് ഹണി ബിയെ അറ്റാക്ക് ചെയ്ത് അവരെ ഭക്ഷണമായിട്ട് കഴിക്കുന്ന വിഭാഗങ്ങൾ. അങ്ങനെയുള്ള ഒരു വിഭാഗം നമുക്ക് ശരിക്കും ഒരു ബയോളജിയിലുണ്ട്. വാസ്പ് എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകളൊക്കെ ഉണ്ട്. അവരൊക്കെ വിഭാഗം ഒരു ഇൻസെക്റ്റുകളൊക്കെ ഉണ്ട്. അവരൊക്കെ എന്തായിരിക്കും ഈ ഹണി ബിയെ ഭക്ഷണമായിട്ട് കഴിക്കുന്ന ആളുകളായിരിക്കും. അപ്പോൾ അവരുടെ ശത്രുക്കൾ, ഇത് മാത്രമല്ല മറ്റുള്ള പല രീതിയിലുള്ള ശത്രുക്കളുണ്ട്. അപ്പോൾ അവരെക്കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്യും. മാത്രമല്ല ഹണി ബിയുടെ കൂട്ടിൽ അതിൽ ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന അവകൾക്കുണ്ടാകുന്ന ചില അസുഖങ്ങൾ, ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു അപ്പിക്കൾച്ചർ എന്നുള്ളത് ചർച്ച ചെയ്യും. മാത്രമല്ല ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട, നമുക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗും നമുക്ക് വളരെ ജീവിതത്തിൽ ഉപകാരപ്പെടുന്നതുമായ ഒരു ഭാഗം ഏതാണെന്ന് വെച്ചാൽ ഹണി ബി എങ്ങനെയാണ് നമ്മൾ കൾച്ചർ ചെയ്യാം. ഒരു ഹണി ബി കൂട് നമ്മളെങ്ങനെ നമ്മുടെ വീടിലോ അല്ലെങ്കിൽ നമ്മുടെ പരിസര പ്രദേശങ്ങളിലൊക്കെ നമുക്ക് എങ്ങനെ സജ്ജീകരിക്കാം, അതിലേക്ക് എങ്ങനെ ഹണി ബിയെ നമ്മൾ കൊണ്ടുവരാം, എവിടെ നിന്നൊക്കെ നമുക്ക് ഹണി ബിയെ കിട്ടും, ആ കിട്ടുന്ന ഹണി ബിയെ എങ്ങനെ നമ്മൾ പരിപാലിക്കും, അത് കാരണം നമുക്ക് ഫ്യൂച്ചറിൽ എങ്ങനെയൊക്കെ നമുക്ക് ട്രേഡിങ്ങുകൾ, അതായത് ഹണി ബിയിൽ നമുക്ക് കൃത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഹണി ബി നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് തേനാണ്. അപ്പോൾ തേൻ ട്രേഡിങ് എങ്ങനെയാണ് നമ്മൾ നടത്തുക, ഈ തേൻ ട്രേഡിങ് നടത്തുന്നതുകൊണ്ട് നമുക്ക് എന്തൊക്കെ ലാഭങ്ങളുണ്ടാവും, ഇങ്ങനെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഭാഗമാണ് എപ്പിക്കൾച്ചർ എന്നുള്ളത്. ഇതേപോലെ തന്നെയാണ് മറ്റൊരു ഭാഗവും സെറികൾച്ചർ എന്നുള്ളത്. പട്ടുനൂൽ പുഴുക്കളെ പറ്റിയൊരു ഇൻട്രൊഡക്ഷൻ നമ്മൾ അവിടെ പറയും. എങ്ങനെയാണ് പട്ടുനൂൽ പുഴുക്കളെ നമ്മൾ വീടുകളിലൊക്കെ വളർത്തൽ എങ്ങനെയാണ്, അവർ ഏതൊക്കെ തരത്തിലുണ്ട്, അവർക്ക് നമ്മൾ എന്തൊക്കെ ഫുഡുകൾ കൊടുക്കും, അവരുടെ ശത്രുക്കൾ ആരൊക്കെയാണ്, അവകൾക്കുണ്ടാകുന്ന അസുഖങ്ങൾ എന്തൊക്കെയാണ്, അതേപോലെ തന്നെ പട്ടുനൂൽ പുഴു അല്ലെങ്കിൽ പട്ടുനൂൽ കൃഷിയിലൂടെ നമുക്ക് എന്തൊക്കെ ലാഭങ്ങൾ ഉണ്ടാക്കാം, ഒരു എൻ്റർപ്രണർഷിപ്പ് എങ്ങനെ നടത്താം, ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു MDC ആണ് എപ്പിക്കൾച്ചർ ആൻഡ് സെരികൾച്ചർ എന്ന് പറയുന്ന ഒരു MDC. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. താല്പര്യമുള്ള വിദ്യാർത്ഥികളൊക്കെ ഇത് സെലക്ട് ചെയ്യണമെന്നാണ് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു MDC ഓഫർ ചെയ്യുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സോളജിയാണ്. താങ്ക് യു.